ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻ്റ് ഇടണം. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. നേട്ടനും ജോലിയില്ല, എൻ്റെ വീട്ടിലുണ്ട്. അപ്പോൾ മോൾക്ക് രാവിലെ മോർണിംഗ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ മോളെ ഏട്ടനും കൊണ്ടുവിടാനെ കൊണ്ട് അങ്ങോട്ട് പോയി. ഏട്ടനും കടയിലോട്ടും പോകണമായിരുന്നു. അങ്ങനെ രണ്ടുപേരുടെ പോയി. രാവിലെ ചോറ് കൊണ്ടുവന്ന് ചോറ് വെന്തു, തേങ്ങാ ചമ്മന്തി, പിന്നെ ഇന്നലെ എടുത്ത് വെച്ച് തോരൻ വെക്കുന്നത് അങ്ങനെ ചീരലത്തോരൻ, പിന്നെ ചപ്പാത്തിക്ക് കഴിക്കാനായിട്ട് കുറച്ച് ചിക്കൻ കറി ഉണ്ടായിരുന്നു, അതും എടുത്തു. അങ്ങനെ എല്ലാവരും രാവിലെ ജോലിക്ക് പോയി. ഏട്ടന് മാത്രമേ ഉള്ളായിരുന്നു ജോലി ഇല്ലായിരുന്നത്. അവിടെ ഇങ്ങനെ കുറച്ച് തേക്കാനൊക്കെ ഉള്ളത് ഇങ്ങനെ തേച്ചുകൊണ്ട് ഇച്ചിരിയും പാർപ്പൊടി മണൽ കൊണ്ടായിരുന്നു, അത് വെച്ചിട്ട് അങ്ങനെ ചെയ്യുന്നു. അപ്പം നമുക്ക് ഇപ്പം പണിഞ്ഞ റൂമും അടുക്കളയും ഒന്നും തേച്ചിട്ടില്ല. അപ്പോൾ കുറേശ്ശെ ഉള്ള ഭാഗത്ത് പാദത്തിലൊക്കെ ടൈലിടും. പിന്നെ കുറേശ്ശെ ഉള്ള ഭാഗത്ത് മണലും സിമെൻറ്റും ഉള്ളതനുസരിച്ച് ഏട്ടന് സമയം കിട്ടുന്നതനുസരിച്ച് കുറേശ്ശെ തേച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയാണ് ഇവിടെ തേച്ച് വൃത്തിയാക്കിയത് ഏട്ടന്. അപ്പോൾ ഇനി ബാക്കി കുറേശ്ശെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ചെടിയൊക്കെ നേരത്തെ ഇവിടെ ഉള്ളതായിരുന്നു, നിങ്ങൾ പിന്നെ മാറ്റി തേച്ച് കഴിഞ്ഞപ്പോൾ എടുത്ത് ഇങ്ങോട്ട് വെച്ച്. അപ്പോൾ വൃത്തിയായ കൂട്ടുകാരെ, വെള്ളക്കാന്താരി കഴിഞ്ഞ മഴയ്ക്ക് കാറ്റടിച്ച് ചാഞ്ഞു പോയതായിരുന്നു. അപ്പോൾ ഇന്ന് ഞാനിങ്ങനെ ഒരു കമ്പ് വെച്ചൊക്കെ അടിച്ച് അതിന് തൂണ് കൊടുത്തു. അങ്ങനെ നേരം നിർത്തിയപ്പോൾ ചരിഞ്ഞ് കിടന്നിങ്ങനെ ഒരു 5-6 ദിവസത്തിൽ കൂടുതൽ ഇങ്ങനെ കിടന്നു കേട്ടോ. അപ്പം അങ്ങനെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു അതങ്ങനെ ചരിഞ്ഞു പോയി. ഇപ്പം നേരെ ആവുമായിരിക്കും. കണ്ട, പിന്നെ ഇവിടെ ഒരു സീനിയ കിടന്ന് തന്നെ കിളിച്ചതാണ്. എങ്ങനെയോ ഇതിൻ്റെ വിത്ത് ഇവിടെ വീണതാണ്, പൂവായി. ഇതിനേൽ പൂവായിട്ടുണ്ട്, ഇതിലും പൂവായിട്ടുണ്ട്. ഞായറാഴ്ചയോ? ഞാനും വരട്ടെ കല്ലേലി പോകാൻ ഞായറാഴ്ച. മുതിക്കുകളൊന്നും കൂടെ വരണ്ടായോ? ഞാൻ നിങ്ങളുടെ അമ്മയല്ലേ. എൻ്റെ മക്കൾ പറഞ്ഞത് കേട്ടോ കൂട്ടുകാരെ, വയസ്സായവരെയൊന്നും അവർ അമ്പലത്തിൽ കൊണ്ടുപോകത്തില്ല, അവർ പിള്ളേർ സെറ്റ് മാത്രമായിട്ട് പോകുന്നതാണെന്ന്. എൻ്റെ ഒരു കൂട്ടുകാരി ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ രണ്ടാമത്തെ മരുമോളെ എന്ന് കൊണ്ടുവരാനാണെന്ന്. അപ്പം അവർ തന്നെ രണ്ടുപേരും കണ്ട് ഇഷ്ടപ്പെട്ടതാണ്. അതിനകത്ത് നമുക്ക് ഇഷ്ടക്കേടൊന്നുമില്ല. അങ്ങനെ നമ്മൾ 2 വീട്ടുകാരായിട്ട് വാക്ക് പറഞ്ഞു വെച്ചിരിക്കുകയാണ്. പിന്നെ അവർക്കൊരു ചേച്ചിയുണ്ട്. ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷമേ ഇവരുടെ ചെറിയൊരു ചടങ്ങ് നടത്തി കൊണ്ടുവരാനാണ് നമ്മൾ ആഗ്രഹിച്ചിരിക്കുന്നത്. നമുക്ക് ഇന്നാണേലും നമുക്ക് സമ്മതമാണ്. പക്ഷേ അവർ രണ്ടാളും ഇച്ചിരിയുടെ കഴിഞ്ഞ് മതി എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. പിന്നെ നമ്മുടെ വീട്ടിലെന്തെങ്കിലും വിശേഷങ്ങളോ ഞങ്ങളെല്ലാവരും ഇവിടെ ഉള്ളപ്പോഴൊക്കെ അവളെ ഞാനിങ്ങനെ വിളിക്കും, എൻ്റെ അടുത്ത് വന്ന് ഇവിടെ ഇരിക്കും, പിന്നെ വൈകുന്നേരം കൊണ്ടുവിടും. എനിക്കങ്ങനെ അവർ നമ്മുടെ വീട്ടിൽ കല്യാണത്തിന് മുമ്പേ വന്നുകൂടാ എന്നൊന്നുമില്ല. കാരണം അവർ രണ്ടുപേരുടെ സ്നേഹിക്കാൻ തുടങ്ങിയിട്ട് 5-6 വർഷത്തിൽ കൂടുതലായതാണ്. പിന്നെ എന്തിനാണ്. ശരി, വൈകുന്നേരം ആയപ്പോൾ നമ്മുടെ വീടിൻ്റെ പരിസരം കണ്ടോ, നല്ല രസമുണ്ട് കാണാനല്ലേ. ഇരുട്ടായി, ഇച്ചിരി വെട്ടം വേണമായിരുന്നു. എൻ്റെ മൂത്ത മോൻ ഭയങ്കര കോമഡി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനിവിടെ ഇങ്ങോട്ട് കയറുന്നത്, ഇവിടെ ഇങ്ങനെ ഒരു കെട്ടില്ലേ നമ്മുടെ, അപ്പോൾ ആ കെട്ടിനവിടെ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നു. ഇനി ഇവിടെ വീണിട്ട് ഈ എർത്ത് കമ്പിയിലെങ്ങാനും വീണ് എന്തോ കാണിക്കാൻ ഞങ്ങൾ കാണിക്കുന്നത് എന്നെ വഴക്ക് പറഞ്ഞുകൊണ്ട് ഇത് ചിരിക്കുവാണ്. അവന് വെട്ടയില്ലെന്ന് പറഞ്ഞ് ചാച്ചനോട് പറയാം ലൈറ്റും കൊണ്ട് വരാനെന്ന്. അവൻ്റെ കോമഡിയും കൊണ്ട് ഇറങ്ങിയേക്കുക. ഇവൻ ആ കോമഡിക്കാരൻ കേട്ടോ. അയ്യോ, മോനൊന്നും പറയത്തില്ല മക്കള്, നീ കൂടെ പറയടാ. എന്തെങ്കിലും ഒന്ന് പറ. പോടിയെന്ന് തള്ളയെ വിളിച്ചതാണ്, പോടിയെന്ന്. ഇവിടെ ഇങ്ങനെയൊക്കെയാണ് കുട്ടികൾ. ഞാൻ എപ്പോഴും പറയത്തില്ലേ, ഇവിടെ ഫോൺ എടുത്തിട്ട് വരുമ്പോഴാണ് എല്ലാവരും സൈലൻറ്റ്. അവരെന്നെ അമ്മയെന്നുള്ള പരിഗണനയിൽ കാണുന്നില്ല. ഏടി പോടി കൊച്ചേ ഇങ്ങനെയൊക്കെയാണ് വിളിക്കുന്നത്. അടുത്തത് ഇതേ വരുന്നു. എന്തിനാ ഇന്ന് കൊല്ലാനുള്ള ഉദ്ദേശത്തിലാന്ന് തോന്നുന്നു പെങ്ങൾ വന്ന് നിൽക്കുന്നത്. എൻ്റെ തൊട്ടടച്ചിരിക്കും. മീൻ കറി വെക്കുകയാണ്.
വീഡിയോ എടുക്കാൻ മറന്നുപോയി കൂട്ടുകാരെ. ഇപ്പോൾ എല്ലാം അരപ്പെല്ലാം ചേർത്ത് ഇനി തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മീൻ ഇടണം. കല്ലുപ്പിട്ടു, ഇടുകയാണ്. മീൻപുളി ഇട്ടായിരുന്നേ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ബായ് കൂട്ടുകാരേ.